നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്കത്തോരനാണ്, ഇടിയഞ്ചക്കത്തോരൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയഞ്ചക്കയാണ്. അപ്പോൾ ഇടിയഞ്ചക്ക ചിലർക്ക് ഉണ്ടാക്കുമ്പോൾ കുഴയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കൊളീഗ്സ് സ്കൂളിൽ വർക്ക് ചെയ്യണ സമയത്ത് എൻ്റെ കൊളീഗ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഞാൻ ഇത്രയും ഒരു ചെറിയ കുക്കർ വെച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൽ വെള്ളം എടുത്തൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിടുകയാണ് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് ഉപ്പിടുകയാണ്. പിന്നെ ഞാൻ ചെയ്യണത്, ഇതെല്ലാവരും ചെയ്യുന്നുണ്ടാവില്ല, ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ വെള്ളത്തിനകത്ത് ഈ വെളിച്ചെണ്ണ ചെല്ലുമ്പോൾ നമ്മുടെ കുറച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ കുക്കറിൽ ഈ ഇടിയൻ ചക്ക പിടിക്കില്ല. അപ്പൊ കഴുകാൻ കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ കുറച്ചൊരു കറയോ എന്തായാലും പറയാ, ചക്കയുടെ ആ ഒരു ഇത് നമ്മുടെ കുക്കറിലാവില്ല. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, അതായത് ഒരു ഇടിയൻ ചക്കയുണ്ട്, ഇതൊരു ചെറിയ ഇടിയൻ ചക്കയുണ്ട്. അതിൽ ഞാൻ ഇടിയൻ ചക്ക വൃത്തിയായിട്ട് കഴുകിയിട്ടു. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു വേവിക്കാൻ ആവശ്യമുള്ള, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കുക്കർ ലിഡ് വെച്ച് അടച്ചു. എന്നിട്ട് ഞാൻ ഒരു വിസില് വരെ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു വിസില് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളെ കാണിക്കാം. ഞാൻ എൻ്റെ മിക്സിയിലെ പാത്രത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി 5-6 എടുത്തിട്ടുണ്ട്, മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ, ജീരകവും ഉണ്ട്. ജീരകവും ഇത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഓക്കെ, ഇപ്പൊ ഒരു വിസിലടിച്ചു. അപ്പൊ ഞാൻ കുക്കർ ഓഫ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പ്രഷർ പോയ ശേഷം ബാക്കി നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോ പ്രഷർ പോയി. ഞാൻ കുക്കർ ഓൺ ചെയ്തു. ഓൺ ചെയ്യല്ല, ലിഡ് മാറ്റി. അപ്പൊ നിങ്ങൾക്ക് കാണാലോ, നല്ല ചൂടൊക്കെ വരുന്നുണ്ട്, ആവി വരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് ഞാൻ ചെയ്യണത്, കാരണം ഞാൻ ഫുഡ് കൊണ്ടുപോകുമ്പോ എന്റെ കൊളീഗ്സ് ചോദിക്കുമ്പോൾ ഇത് എങ്ങനെ ഇത്ര നന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടിയൻ ചക്ക ഇങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവര് തന്നെ എന്റെ അടുത്ത് പറഞ്ഞു അതൊന്നും ഇടണം എന്ന്. ഇപ്പൊ എനിക്ക് ചക്ക കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ അത് ഇടാന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോ കുക്കറിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ട്, കണ്ടില്ലേ, അത് എടുക്കാണ്ട് ഞാൻ ഈ ഇടിയൻ ചക്ക മാത്രം എടുക്കുകയാണ്. കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഞാൻ മറ്റേ സ്മാഷർ ഇല്ലേ, നമ്മളെ പൊട്ടറ്റോ സ്മാഷർ ഇല്ലേ, അത് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ചതച്ചെടുക്കും. കണ്ടില്ലേ, അപ്പൊ ഒരു വിസിലിന് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്മാഷർ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ ഇടിയൻ, ഇവിടത്തെ സംഭവം ഉണ്ടല്ലോ ഇടിയന്റെ, അത് ഇങ്ങനത്തെ ഇടിയനാണെങ്കിൽ ഇത് വെച്ചായാലും നമുക്ക് ചെയ്യാട്ടോ. കുറച്ച് കണ്ടോ, ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ചതയ്ക്കാം. ഞാനിപ്പോ സ്മാഷർ വേണ്ട, നിങ്ങളെ കാണിച്ചു തരാം. സ്മാഷർ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക. കണ്ടില്ലേ, അപ്പൊ ഇത് ഞാൻ മുഴുവനും ഇങ്ങനെ ഇതൊന്ന് ചതച്ച് ഇട്ട് നിങ്ങളെ കാണിക്കുക. മിക്സിയിലൊക്കെ ഇട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ വെറുതെ കിട്ടില്ല. മിക്സിയിലിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ, ഇതാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കിട്ടും, വെറുതെ കിട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതേ. അപ്പൊ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇടിയൻ ചക്ക നല്ല ഗ്യാസാണ്. അപ്പൊ നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കണമെങ്കിൽ ഇടിയൻ ചക്ക കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു നല്ല വലിയൊരു പീസ് ഇഞ്ചിയും കൂടി റെഡിയാക്കി വെക്കുക. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെന്തിനാന്ന് കേട്ടോ. കാരണം ഇടിയൻ ചക്കയ്ക്ക് ഭയങ്കര ഗ്യാസ് ഫോം ചെയ്യും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാരും ഇടുമെന്ന് അറിയില്ല, എന്റെ അമ്മ ചെയ്യാറുണ്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഗ്യാസ് ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ അതുകൂടി ഒന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഇത് ഇനിയുണ്ട്, ഇത്രയും തന്നെ ഇനിയുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുത്തു. അതിനുശേഷം നമ്മുടെ ചട്ടകം ഉണ്ടാവൂലോ,
അതുകൊണ്ടും കൂടി ഒന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇടുക. മതി, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിത് കുക്കിംഗ് കഴിഞ്ഞു. ഇത് ഓൾറെഡി കുക്കറിൽ വെച്ച് വേവിച്ചു. ഇനി ഇതെങ്ങനെയാണ് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കണമെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിനുള്ള പാത്രം എടുക്കട്ടെ കേട്ടോ. ഇതിന് ഞാനൊരു എന്താ പറയാ, ഒരു ചെറിയ ഒരു ഇൻഡാരിയത്തിന്റെ ഉരുളി വെച്ചു. എന്നിട്ട് ഞാൻ അതിൽ വെള്ളം ഉണ്ട് കേട്ടോ, കുറച്ച് കഴുകി എടുത്തതുകൊണ്ടേ അത് വെള്ളം ഒന്ന് ഒരു ടവല് വെച്ച് തുടച്ചു. എന്നിട്ട് ഞാൻ ഇനിയിപ്പോ ചെയ്യണത് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കടുക് വറുക്കലാണ്. അപ്പൊ അതൊന്ന് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ കുറച്ച് കടുകും കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു. കാരണം കുറച്ച് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിടിയം ചട്ടിയായ കാരണമാണ് ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ജീരകം ഇടുന്നുണ്ട്. പിന്നെ അടുത്തത് ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ഇതെല്ലാം ഇടുന്നുണ്ട്. കുറച്ച് ഇടയിലൊന്ന് കടിക്കുമ്പോ നല്ല സ്വാദാണ്. അപ്പൊ കടലപ്പരിപ്പ് കുറച്ചിട്ടു. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ വറ്റൽമുളകില്ലേ, അത് നമ്മളെപ്പോഴും ഇടുന്നത് പോലെ തന്നെ വറ്റൽമുളക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, അത് പൊട്ടിക്കോളും. കണ്ടില്ലേ, വറ്റൽമുളകും 2 ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് പൊട്ടട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് പൊട്ടാൻ വേണ്ടി ഞാനൊന്ന് അകത്തിട്ട് കൊടുത്തു. അപ്പൊ അത് കിടന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഏകദേശം കടുക് പൊട്ടി തീരാറായി. അപ്പൊ ഞാനിവിടെ കുറച്ച് കരിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ടല്ലോ, നമ്മള് ഇഞ്ചിയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. കടുക് പൊട്ടി. അപ്പോൾ ഇഞ്ചി ഇട്ടു, ഇഞ്ചി അല്ല, കരിവേപ്പില ഇട്ടു. പിന്നെ ഞാൻ എൻ്റെ ഈ ചോപ്പറില്ല, അതിൽ ഞാൻ ഇഞ്ചി പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. കാരണം ഇതിട്ട് കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആരോഗ്യം കൂടി നോക്കണമല്ലോ, അതുകൊണ്ട് ഇതും കൂടി ഇടുക. അപ്പൊ ടേസ്റ്റും ആണ്, ഇഞ്ചിയുടെ ടേസ്റ്റും വരും. അതൊരു രസമുള്ള ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ഇഞ്ചിയും കൂടി ഇടുക. പിന്നെ ഞാൻ ഇഞ്ചി ഇട്ടു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. കണ്ടില്ലേ, ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം സിമ്മിലെടുത്ത് കേട്ടോ ഗ്യാസ്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും ഒന്ന് ഫ്രൈഡ് ആയിട്ടുണ്ട്. നമ്മുടെ പിടിയൻ ചട്ടവലിന്റെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇടാം. കണ്ടില്ലേ, അത് ഇതിലേക്ക് ഇടാം. ഓൾമോസ്റ്റ് എല്ലാം ഇടിയന്റെ അല്ലെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ സ്മാഷർ കൊണ്ട് നമുക്കിത് ഇങ്ങനെ ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ, ഇനി ഉണ്ടെങ്കിൽ അതാണ് ഞാൻ ഒരു ചെറിയ ഉരുളി എടുത്തത് കേട്ടോ. കാരണം ഇതിന് സ്പേസ് വേണ്ടേ. ഇങ്ങനെ ഒന്ന് ഇനി എന്തെങ്കിലും നമുക്ക് ചതയാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ. നമ്മളിത് മിക്സിയിലിട്ട് ചതക്കുകയാണെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ വരില്ല. കാരണം ഇതെല്ലാം കൂടി മിക്സിയിൽ കിടന്ന് കുഴയും. ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും ഇതെല്ലാം കൂടി ഇങ്ങനെ ഉരുണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പൊ വളരെ സിമ്മിലിടണം കേട്ടോ ഗ്യാസിൽ. എന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഞാൻ അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചത് കടുക് വറുക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ 1 സ്പൂണൊക്കെ അല്ലേ കടുക് വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ഇടുള്ളൂ. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒന്ന് എന്താ പറയാ സ്മാഷ് ചെയ്യേണ്ടി വരും. അപ്പോ അടിയിൽ പിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ പകുതി തോരനായിട്ടുണ്ട്. ഇനി അതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. തേങ്ങ, ചെറിയ ഉള്ളി, ചുമന്ന മുളക്, ജീരകം, അതും കൂടി ഇതിലേക്ക് ഇടുക. ഒന്ന് ക്രഷ് ചെയ്തിട്ട്, വല്ലാണ്ട് ഇങ്ങനെ അരക്കരുത്.
കണ്ടില്ലേ, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുക. അപ്പൊ നല്ല വല്ലാണ്ട് അരച്ചു കഴിഞ്ഞാല് ഇങ്ങനെ തോരൻ നന്നാവില്ല. അതുകൊണ്ട് മിക്സിയിൽ ഒരു 2 പ്രാവശ്യം ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഓക്കെ, ഇടുക. പിന്നെ ഞാൻ വേവിക്കുമ്പോഴേ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഉപ്പ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പും കൂടിയും ചേർക്കേണ്ടി വരും. എന്തായാലും ഉപ്പ് ചേർക്കണം. ഉപ്പിടുക. നല്ല അടിപൊളിയായിട്ട് ഉള്ള, വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടാണ് വേവിച്ചത്. ഇനി കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മഞ്ഞ കളർ ഇരുന്നാൽ കുറച്ചും കൂടി ഭംഗിയാണ്. അപ്പൊ ഞാനത് ഒരിത്തിരി കൂടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നി മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണെന്ന് കേട്ടോ. അപ്പൊ നല്ലൊരു മഞ്ഞ കളറും കൂടി ആകും. അപ്പൊ മഞ്ഞൾപ്പൊടി കൂടി ഇടുക, തിളക്കുക. നല്ല അടിപൊളി ഇടിയൻ ചക്കത്തോരൻ റെഡി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ എന്റെ പ്രിപ്പറേഷൻ. അപ്പൊ എനിക്ക് വരുന്ന് എന്റെ അമ്മ പറഞ്ഞു തന്നാണ്. അമ്മ ഇപ്പൊ ഇല്ല. അപ്പൊ അമ്മ പറഞ്ഞു തന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കാറ്. നല്ല അടിപൊളിയായിട്ട് ഇടിയൻ ചക്കത്തോരൻ വന്നു. ഞാൻ എല്ലാവരുടെയും ഇത് നല്ല ടേസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത് കുക്കിംഗ് ഒക്കെ. ഓക്കെ, അപ്പൊ ഉപ്പും മുളകും എല്ലാം നല്ല പ്രപ്പോർഷൻ, നല്ലോണം ചൂടായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഇടിയൻ ചക്കത്തോരൻ റെഡി. അപ്പൊ ഞാനിനി ഗ്യാസ് ഒരിത്തിരി കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാനേ. ഇടിയൻ ചക്കത്തോരന്റെ കുക്കിംഗ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇടയിൽ വല്ലതും ഇങ്ങനെ ക്രഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാട്ടോ. ചിലപ്പോൾ വല്ലതൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാവും. അതും ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അപ്പൊ എല്ലാവർക്കും ഈ ഇടിയൻ ചക്കത്തോരൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ദേവി കൃപ റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.